എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. സങ്കീർത്തനങ്ങൾ 41 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. രോഗശയ്യയിൽ ആശ്വാസം. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തുപോയി. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു. അവൻ എപ്പോൾ മരിക്കും? അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും? എന്നെ കാണാൻ വരുന്നവൻ പൊള്ളവാക്കുകൾ പറയുന്നു, എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു പരത്തുന്നു. എന്നെ വെറുക്കുന്നവർ ഒന്നുചേർന്ന് എന്നെക്കുറിച്ച് പിറുപിറുക്കുന്നു. അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂടുന്നു. മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു. അവൻ ഇനി എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. കർത്താവെ, എന്നോട് കൃപ തോന്നണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല. അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ. സങ്കീർത്തനം 41 അധ്യായം. ദരിദ്രനെയും ബുദ്ധിമുട്ടിലായവനെയും പരിഗണിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. കർത്താവിൻ്റെ കരുണയും രക്ഷയും അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും രോഗങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിച്ച് നമ്മോട് പറയുന്നു. മനുഷ്യരുടെ വഞ്ചനയും വിമർശനവും നേരിടുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുതലും ഒരിക്കലും വിട്ടുമാറുന്നില്ല എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന സന്ദേശം. സഹോദരങ്ങളെ, നാം പലപ്പോഴും മനുഷ്യത്വം മറക്കുന്ന ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കരുണ, വിശ്വസ്തത, നന്ദി എന്നിവയൊക്കെയാണ്. ദരിദ്രരെ, രോഗികളെ, ബുദ്ധിമുട്ടിലായവരെ നാം പരിഗണിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാകണം. കർത്താവായ യേശുക്രിസ്തു നമ്മെ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ കാണണമെന്നും അന്യരുടെ സഹായത്തിനായി നമ്മുടെ സമയം, കരുതൽ, നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ വിഭവങ്ങൾ ഒക്കെ നൽകണമെന്നും ഈ സങ്കീർത്തന ഭാഗം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 41 സങ്കീർത്തനത്തിലെ കരുണയുടെ സന്ദേശം യേശുവിൻ്റെ ഉപദേശങ്ങൾ പരിപൂർണത നേടുന്നു. ഇവരിൽ ചെറിയവനോട് ചെയ്തപ്പോൾ എന്നോട് തന്നെയാണ് ചെയ്തത് എന്ന് മത്തായി 25:40 പറയുന്നില്ലേ? കർത്താവായ യേശു സങ്കീർത്തനം 41 ഹൃദയഭാവം തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രതിഫലിപ്പിച്ചത്. യേശു രോഗികളെ സുഖപ്പെടുത്തിയതും വിശപ്പുള്ളവർക്ക് ആഹാരം നൽകിയതും പുറത്താക്കിയവരെ സ്വീകരിച്ചതും അടിച്ചമർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തിയതും ദൈവത്തിൻ്റെ കരുണയെ പ്രവൃത്തിയിൽ നമുക്ക് കാണിച്ചു തന്നതാണ്. ആ കരുണയുടെ വഴിയെ നാമും ചരിക്കേണ്ടത് പ്രിയ സഹോദര സഹോദരി ഇന്നിൻ്റെ ആവശ്യമാണ്. ഉദാഹരണത്തിന്, അയൽപ്പക്കത്തെ രോഗിയായ അമ്മച്ചിക്ക് ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കൊണ്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? വഴിയിൽ മഴയിൽ കുടുങ്ങിയ ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചോ? ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ നാം യേശുവിൻ്റെ പാതയിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മുടെ ദിനംപ്രതി ഉള്ള ഇന്നത്തെ ജീവിതത്തിൽ
തിരക്കുകളും ഡിസ്ട്രാക്ഷൻസും സാമ്പത്തിക സമ്മർദ്ദങ്ങളും വ്യക്തിപരമായ ലക്ഷ്യങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ വിളിയെയും കരുണയുടെ പ്രവർത്തനങ്ങളെയും മറന്നു പോകാൻ പലപ്പോഴും കാരണമാകും. ചിലപ്പോൾ ജോലിയിലെ ടാർഗറ്റ് പൂർത്തിയാക്കണം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകണം, വയ്യാത്ത പേരൻസിനെ നോക്കാനായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം കൂടുതൽ ടൈം ചെലവഴിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്ന തോന്നൽ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ തീർക്കണം എന്നൊക്കെ ചിന്തിച്ച് മറ്റൊരാളുടെ ആവശ്യം കണ്ടാലും സമയം ഇല്ലെന്ന് തോന്നും, കടന്നു പോകും. നല്ല സമരിയക്കാരന് മുൻപേ കടന്നു പോയവരെ പോലെ നാമും നിങ്ങളും ഞാനും ഇന്ന് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് കരുണ കാണിക്കാൻ ദൈവം അവസരങ്ങൾ എല്ലാ ദിവസവും തരുന്നുണ്ട്. ഉദാഹരണത്തിന് റോഡ് കടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ റോഡ് സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹോൺ അടിച്ച് ധൃതിയിൽ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾക്ക് പോലും നമ്മളുടെ ഉദ്ദേശശുദ്ധി അറിയാത്ത അവസ്ഥയിൽ ദൈവം കരുണ കാണിക്കാൻ തന്നൊരവസരത്തെ നമ്മൾ നല്ല സമരിയക്കാരന് മുമ്പേ കടന്നുപോയവരെ പോലെ നാമും അനുദിനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഗർഭിണിയോ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കോ ഒരു പ്രായമായ ഒരു വ്യക്തിക്കോ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളുടെ സാലറിയിൽ നിന്ന് കുറച്ച് റിഡക്ഷൻസൊക്കെ ഉണ്ടായി എന്ന് കരുതുക. ആ സമയത്ത് പോലും എന്നേക്കാൾ ബുദ്ധിമുട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി ഒരു ചെറിയ പങ്ക് മാറ്റിവെക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കുടുംബത്തിൽ, അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ കൂട്ടുകെട്ടിൽ ആർക്കെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്നവരെ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ഇത് മറ്റുള്ളവരെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഈ ചെറിയ പ്രവർത്തനങ്ങളാണ് സഹോദരങ്ങളെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥ വിശ്വാസ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. Random acts of kindness, my dear brothers and sisters, would certainly go a long way in each one of us making little, very little, but progressive, consistent changes around us, in our family, our neighborhood, in our communities. It starts with you and I. ഈ അന്ത്യകാലത്ത് സഹോദരങ്ങളെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നത് വെറും ഭക്തി ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലല്ല, മറിച്ച് കരുണ, വിശ്വാസം, സേവനം എന്നിവ ദിനംപ്രതി ജീവിതത്തിൽ നടപ്പാക്കുന്നത് വഴിയാണ്. കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് മത്തായി 5:7 കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിയും കർത്താവിൻ്റെ വരവിനായി നമ്മെ ഒരുക്കണം. അതേപോലെ നമ്മുടെ കൂടെ ഉള്ളവരെയും. ഉദാഹരണത്തിന് ആരെങ്കിലും നമ്മോട് തെറ്റ് ചെയ്താൽ പ്രതികാര ചിന്ത മനസ്സിൽ വെച്ച് ഇങ്ങനെ നീറിപ്പോകയാതെ അവരോട് കർത്താവിനെ പ്രതി പൂർണ്ണമായി ക്ഷമിക്കാൻ, കർത്താവ് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ഭാഷ അവരിലേക്ക് ഒഴുക്കാൻ നമുക്ക് സാധിക്കണം. സമയമില്ല എന്ന് തോന്നുമ്പോൾ പോലും ആരെങ്കിലും സഹായം ചോദിച്ചാൽ മനസ്സോടെ അവർക്ക് നമ്മുടെ സമയം കൊടുത്ത് ചെവി കൊടുക്കുക. അതേപോലെ അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കുക. സമൂഹത്തിൽ പരിഗണിക്കാത്തവരെ കാണുകയും അവർക്കൊപ്പം നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇന്ന് തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യം നമുക്ക് കാണാം, സഹായിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കെ കരുണയും വിശ്വാസവും നിറഞ്ഞ ജീവിതം നയിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം, കാത്തിരിക്കാം. കർത്താവ് വരുമ്പോൾ നമ്മെ തൻ്റെ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ തയ്യാറായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.